ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും പ്രതികളെ പൂട്ടാനുറച്ച പോലീസ്. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് സ്വകാര്യ ബാങ്ക് മാനേജരെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച പ്രതികളുടെ ചിത്രം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പോലീസ്. പൂവച്ചലിൽ ഈ മാസം 16-ാം തീയതി വൈകിട്ട് 6:00-ക്കാണ് മുത്തൂറ്റ് ബാങ്ക് മാനേജരെ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയത്. യുവാവിനെ മർദ്ദിച്ചതിന് ശേഷം പൂവച്ചലിൽ പ്രതികൾ ഇറക്കിവിട്ടിരുന്നു. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുൽ, ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഈ പ്രതികളെ എന്തുകൊണ്ടാണ് ഇതുവരെ പിടികൂടാൻ കഴിയാത്ത? ഇപ്പോൾ ഈ ചിത്രങ്ങൾ പുറത്തുവിട്ടു, എത്രയും വേഗം പിടികൂടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ? കാരണം ആ ദൃശ്യങ്ങൾ അത്രമേൽ ഭയപ്പെടുന്നതായിരുന്നു. ഗോകുൽ, ഷിഹാസ്, തിരുവനന്തപുരം പൂവച്ചൽ ഈ മാസം 18-ാം തീയതി വൈകുന്നേരം 6:00-ക്കാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. വൈകിട്ട് ബാങ്ക് സമയം കഴിഞ്ഞ് 6:30യോടുകൂടി ബാങ്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ സ്വകാര്യ ബാങ്ക് മാനേജരെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കാറിലും ഓട്ടോയിലും ബൈക്കിലും എത്തിയ സംഘം പ്രദേശം നിരീക്ഷിച്ചു. തുടർന്ന് ഈ ബൈക്കിലേക്ക് കയറാൻ പോകുന്ന സമയത്താണ് മുത്തൂറ്റ് മൈക്രോ ഫിൻകോർപ്പിന്റെ മാനേജറായിട്ടുള്ള പ്രദേശവാസിയായ ഗിരീഷിനെ ഒരംഗ സംഘം കാറിലേക്ക് ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടു പോകാൻ ആദ്യം ഒരു ശ്രമം നടത്തി. തുടർന്ന് ഈ നാട്ടുകാരൊക്കെ ഇടപെടുകയും അതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടിലൂടെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും ഈ സമയത്ത് തന്നെ യുവാവിനെ കാറിലേക്ക് ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടു പോവുകയും വഴിയിലുടനീളം മർദ്ദിക്കുകയും തുടർന്ന് പൂവച്ചലിൽ തന്നെ തുടർന്ന് യുവാവിനെ ഇറക്കി വിടുകയുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് യുവാവിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. ഇതിന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ നിലവിൽ 6ഓളം പേരുടെ ഫോട്ടോകൾ അടങ്ങുന്ന ചിത്രങ്ങൾ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പോലീസ് പറയുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി പ്രതികളുണ്ട്. കാറിലും ബൈക്കിലും ഓട്ടോയിലുമായിട്ടാണ് ഈ പ്രതികൾ എത്തിയിരുന്നത്. അത്തരത്തിൽ യുവാവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ശരി ഗോകുൽ, അപ്പോൾ എത്രയും വേഗം ഇവരെ പിടികൂടും, ഈ ഒരു പ്രതികളെ പിടികൂടുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഈ റിപ്പോർട്ട്